MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക അഗ്നി-5 മിസൈൽ പരീക്ഷണം വിജയകരം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അതീവ രഹസ്യമായ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി ഭേദിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. 5000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി ഈ മിസൈലിനുണ്ട്. പരമ്പരാഗത മിസൈലുകൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രമാണ് പോർമുന വഹിക്കുന്നത്. എന്നാൽ MIRV സാങ്കേതികവിദ്യ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു മിസൈൽ ഒരേ സമയം ഒന്നിലധികം ആണവ പോർമുനകളെ വഹിക്കുകയും അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിൽ വെച്ച് അവയെ വേർപെടുത്തുകയും ചെയ്യുന്നു. ഈ പോർമുനകൾക്ക് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം തകർക്കാൻ സാധിക്കും. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അവിയോണിക് സിസ്റ്റങ്ങളും അതീവ കൃത്യതയുള്ള സെൻസർ പാക്കേജുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2024 അഗ്നി-5ന്റെ ആദ്യ പരീക്ഷണം. ഇന്ത്യയുടെ വനിതാ ശാസ്ത്രജ്ഞരാണ് ഇതിന് നേതൃത്വം നൽകിയത്. 3 ഘട്ടങ്ങളായുള്ള ഖര ഇന്ധന എഞ്ചിനാണ് മിസൈലിന് കരുത്തു പകരുന്നത്. ഈ പരീക്ഷണ വിജയത്തോടെ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ 5 രാജ്യങ്ങൾക്കൊപ്പം ഈ സവിശേഷ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യമായി ഇന്ത്യയും മാറിയിരിക്കുകയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് വിക്ഷേപിച്ച ഈ മിസൈൽ ഇന്ത്യൻ സമുദ്രത്തിലെ അതീവ രഹസ്യമായ ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യമായി ഭേദിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 5000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഏഷ്യയിലെയും യൂറോപ്പിലെയും മിക്ക ഭാഗങ്ങളും പരിധിയിൽ കൊണ്ടുവരുന്നു. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അവിയോണിക് സിസ്റ്റങ്ങളും അതീവ കൃത്യതയുള്ള സെൻസർ പാക്കേജുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണം കേവലം ഒരു സാങ്കേതിക മുന്നേറ്റമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സുരക്ഷാ കവചമാണ്. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ 5 രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഈ സവിശേഷ സാങ്കേതിക വിദ്യ കൈവശമുള്ള എലൈറ്റ് ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് ചൈനയുടെ ആണവായുധ ശേഖരം ഇന്ത്യയേക്കാൾ വലുതാണ്. 600ഓളം പോർമുനകൾ ചൈനയുടെ കൈവശമുള്ളപ്പോൾ ഇന്ത്യക്ക് 180ഓളം ആണവായുധങ്ങളാണുള്ളത്. എന്നാൽ MIRV സാങ്കേതിക വിദ്യ കൈവരിച്ചതോടെ എണ്ണത്തേക്കാൾ ഉപരിയായി പ്രകടശേഷിയിൽ ഇന്ത്യ ചൈനയ്ക്കൊപ്പം എത്തി നിൽക്കുകയാണ്. നോ ഫസ്റ്റ് യൂസ് നയം. ഇന്ത്യയുടെ ആണവ നയം സമാധാനപരമായ നിലപാടിലാണ് ഊന്നി നിൽക്കുന്നത്. ആദ്യം ആക്രമിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ നയം. എന്നാൽ ഇന്ത്യക്ക് നേരെ ഒരു ആണവാക്രമണം ഉണ്ടായാൽ അത് നേരിടാൻ അതിശക്തമായ തിരിച്ചടി നൽകുക എന്നതാണ് ലക്ഷ്യം. അഗ്നി-5 MIRV ഈ തിരിച്ചടി ശേഷി വർദ്ധിപ്പിക്കുന്നു. കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ആണവാക്രമണം നടത്താനുള്ള കഴിവിനെയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. അഗ്നി മിസൈലുകൾ കരയിലെ കരുത്താണെങ്കിൽ ഇന്ത്യയുടെ 3ാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിതമൻ സമുദ്രത്തിൽ നിന്നുള്ള കരുത്താണ്. വിശാഖപട്ടണത്ത് രഹസ്യമായി കമ്മീഷൻ ചെയ്ത ഈ അന്തർവാഹിനി വഴി ഇന്ത്യയുടെ സമുദ്ര കരുത്തും വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മിസൈൽ വിക്ഷേപണം 100 കണക്കിന് കിലോമീറ്റർ അകലെ ഇത്ര വ്യക്തമായി കണ്ടത് എന്നതുകൂടി പറയാം. ഇതിന് ശാസ്ത്രീയമായി ട്വിലൈറ്റ് എഫക്ട് എന്ന് വിളിക്കുന്നു. മിസൈൽ ഉയർന്ന ഉയരത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ വ്യാപിക്കുന്നു. സൂര്യൻ അസ്തമിച്ചാലും ഉയർന്ന പാളികളിൽ സൂര്യപ്രകാശം ഉണ്ടാകും. ഈ വെളിച്ചം മിസൈലിന്റെ പുകച്ചുരുളുകളിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് ആകാശത്ത് അതിമനോഹരമായ കാഴ്ചകൾ രൂപപ്പെടുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അഗ്നി മിസൈൽ സീരീസ് ഇന്ത്യയുടെ പ്രതിരോധ നിരയുടെ നട്ടെല്ലുകൂടിയാണ്. മിസൈലുകളുടെ ദൂരപരിധിയെക്കുറിച്ച് പറയാം. അഗ്നി-1ന് 700 കിലോമീറ്റർ, അഗ്നി-2ന് 2000 കിലോമീറ്റർ, അഗ്നി-3ക്ക് 3000 കിലോമീറ്റർ, അഗ്നി-4ന് 4000 കിലോമീറ്റർ, അഗ്നി-5ന് 5000+ കിലോമീറ്റേഴ്സ് ആണ് ദൂരപരിധിയുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ ദിവ്യാസ്ത്ര എന്ന് വിശേഷിപ്പിച്ച ഈ പദ്ധതി ആത്മനിർഭർ ഭാരതത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ മാറുന്ന ആഗോള സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഈ മിസൈൽ വലിയൊരു കരുത്തുകൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.